ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ പറയാൻ പോകുന്നത്. വിക്രമത്തിന് വേദയോടുള്ള സ്നേഹം വ്യക്തമാക്കുന്ന ഒരു വിശേഷമാണ് നമ്മൾ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, വേദ തലകറങ്ങിയൊക്കെ ഒന്ന് വീഴുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിക്രം വെപ്രാളപ്പെട്ട് വേദയെ താങ്ങിയെടുത്ത് ആശുപത്രി കൊണ്ടുപോവുകയും അടുത്തിരുന്ന് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേദയോട് വിക്രത്തിന് പുറമേ ദേഷ്യമാണെങ്കിലും ഉള്ളിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ ദയവേത്. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഒരു ദിവസം രാവിലെ വേദയും വിക്രവും റൂമിലാണ് കേട്ടോ. വേദ കുളിച്ചിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ് വിക്രത്തിൻ്റെ റൂമിൽ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താടി കുളിച്ചിട്ടൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ വേദ പറയാണ്, അതെന്താ, ഞാനിവിടെ നിന്നാൽ എനിക്ക് റൂമിൽ കയറാൻ അവകാശമില്ലേ? ഈ താലി കണ്ടില്ലേ? തുടങ്ങി അവൾ താലി പുരാണം. നീ എൻ്റെ റൂമിൽ കയറുന്നത് എനിക്കിഷ്ടമില്ല. ഇവിടെ അധികാരം പിടിച്ചടക്കാനാണ് നിൻ്റെ ഭാവങ്കി. അതൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ വേദ പറയാണ്, ഏയ് ഞാനങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല. പിന്നെ ഈ റൂമിലൊന്ന് കയറാൻ എനിക്ക് അനുവാദമില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വിക്രം പറയാണ്, നീ കയറിക്കോ, കയറോ ഇരിക്കോ കിടക്കോ എന്താച്ച ചെയ്തോ, ഞാനങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി താഴെ എത്തുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ഇന്നാ വിക്രം ചായ കുടിച്ചിട്ട് പോ എന്ന് പറയണം. വിക്രം പറയുന്നുണ്ട്, രാവിലെ ഞാനൊരു ചായ കുടിച്ചല്ലേ ഏടത്തി, അത് സാരില്ല, ഒരു ചായ കൂടി കുടിച്ചിട്ട് പോ എന്ന് പറയുക. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ വിക്രം നീ പോകുന്നത്? അത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീനിവാസ സാറിൻ്റെ അടുത്തൊന്ന് പോകണം, അതിനുവേണ്ടി പോവാണ്. പിന്നെ ടൗണിൽ ഒന്നിന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് എന്ന് പറയാണ്. അപ്പം കമല പറയാണ്, എപ്പോഴും ഈ പോകുന്ന പോലെ, അതായത് നിനക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കൂടെ? ഇപ്പം നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ ഭാര്യ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. അമ്മയൊന്ന് നിർത്താവോ? എന്ത് ഭാര്യ ഇങ്ങനെ പറയാൻ നിങ്ങൾക്കാർക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നന്ദിനി അവിടെ നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നന്ദിനി മനസ്സിൽ വിചാരിക്കാണ്, ഒരു കാപ്പി കുടിച്ചവന് വീണ്ടും ഒരു കാപ്പി കൂടി കൊടുക്കുന്നു, എന്തൊരു സ്നേഹം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് വേദ എവിടെയാണെന്ന് വിക്രത്തിനോട് ചോദിക്കുകയാണ് ശ്രീജ. അപ്പം വിക്രം പറയുന്നുണ്ട്, അവൾ റൂമിലുണ്ട്, അവൾ കുളിച്ചിട്ട് ഡ്രസ്സ് മാറുമ്പോൾ മറ്റെന്തോ ആണ്, അവിടെ റൂമിലുണ്ട് എന്ന് പറയണം. അപ്പോഴേക്കും ഉടനെ കമല വിളിക്കുകയാണ്, അതേ വേദമോളെ, നിനക്കുള്ള ചായ കൂടി എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ, വന്ന് കുടിച്ചോ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് അവിടെ വയ്ക്കുകയാണ്. വച്ചിട്ട് കമലയും ശ്രീജയും അങ്ങോട്ട് മാറുകയാണ്. വിക്രം റൂമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നന്ദിനി വിചാരിക്കുകയാണ്, എന്തൊരു കഷ്ടം, എന്നോടൊരു ഗ്ലാസ് ചായ വേണമെന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ല, എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കുടിക്കണം. ഇപ്പം വിക്രത്തിന് 2 ഗ്ലാസ് ചായ, അത് പോരാഞ്ഞിട്ട് വേദമോളെ ചായ, ഇതെന്തൊരു കളിയാണെന്ന് നോക്കണേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്. അവൾ അങ്ങനെ ഇപ്പം ചായ കുടിച്ച് സൂയിക്കണ്ട എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പണി ഇവക്ക് കൊടുക്കണമല്ലോ. കുറച്ച് നാളായി അവളെ എല്ലാവരുടെ അടുത്ത് തലയിൽ വയ്ക്കുന്നു, ഇപ്പം കണ്ണോണം ചായ ഞാൻ കുടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സുധാകരൻ മാഷിൻ്റെ റൂമിലിരിക്കുന്ന ആ മരുന്നിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഉറക്കഗുളിക എടുത്തുകൊണ്ട് വരികയാണ്. ഉറക്കഗുളിക എടുത്തുകൊണ്ട് വന്നിട്ട് വേദയുടെ ചായക്കകത്തിട്ട് കലക്കുകയാണ് കേട്ടോ നന്ദിനി. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നീ നല്ല ചായ കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ്. അല്ല, അവൾ ചായ കുടിക്കാൻ വരുന്നു എന്നിങ്ങനെ പറഞ്ഞ് പോവാണ് നന്ദിനിയുടെ ദേഷ്യം മുഴുവൻ ആ ഉറക്കഗുളികയ്ക്കകത്ത് ചേർത്ത് ചായയിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ നമ്മുടെ വേദപാവം വന്നിട്ട് ആ ചായ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. കുടിച്ചു കഴിയുമ്പം വിക്രം കയറിപ്പോയല്ലോ. വിക്രത്തിൻ്റെ ചായയാണെങ്കിൽ വിക്രം കൊണ്ടുപോയിട്ടുമില്ല. അപ്പോൾ ശ്രീജ പറയാണ്, മോളെ വേദേ അവൻ ചായ കുടിച്ചില്ല, അതെടുത്ത് വിക്രത്തിനൊന്ന് കൊണ്ട് കൊടുക്കുമോ? അപ്പോഴേക്കും പറയാണ്, ഞാൻ കൊണ്ട് കൊടുക്കാമല്ലോ. വേദ ആ ചായ എടുത്തിട്ട് വിക്രത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വിക്രം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇതാ ചായ, ഇതവിടെ എടുത്തു വച്ചിട്ട് കുടിക്കാമായിരുന്നല്ലോ, പിന്നെ എന്താ ഇങ്ങോട്ട് പോകുന്നത്? അപ്പോൾ വിക്രം പറയാണ്, ഓഹോ, നീ ചായയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നല്ലേ? നിന്നോട് ആരാ ചായയായിട്ട് എൻ്റെ റൂമിലേക്ക് വരാൻ പറഞ്ഞത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ റൂമിലോട്ട് കയറരുതെന്ന്. പിന്നെ അത് പോരാഞ്ഞിട്ട് അധികാരം സ്ഥാപിക്കാനാണോ ഈ ചായയൊക്കെ ആയിട്ട് വരവ്? അപ്പോൾ വേദ പറയാണ്, അതൊന്നുമല്ല, ഒരു സന്തോഷം, മനസ്സിനൊരു സുഖം, അതുകൊണ്ട് ഞാൻ ചായ കൊണ്ട് തന്നതാ. എന്താണ് ഈ മനസ്സിന് ഇത്ര സുഖം? നീ പോവാണോ ഇവിടുന്ന്? നീ ഇവിടുന്ന് എപ്പോൾ പോകുന്നോ അപ്പോൾ എനിക്ക് സുഖം കിട്ടും, മനസ്സിന് സന്തോഷവും കിട്ടും, നല്ലൊരു ദിവസമായിരിക്കും. അതിന്നാണോ? അപ്പോൾ വേദ പറയാണ്, വേണമെങ്കിൽ ഞാൻ ഇന്നങ്ങ് പോയേക്കാം, പക്ഷേ നീ വാ, ഞാൻ നിന്നെ കൊണ്ടുവിടാം, നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടാം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തും തരാം.
അപ്പോൾ വേദ പറയാണ്, തൽക്കാലം അവിടെ നിൽക്ക്, ഇപ്പം ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ എന്നിങ്ങനെ പറയുകയും തല കറങ്ങി വീഴുകയാണ് വേദ. പെട്ടെന്ന് തന്നെ താഴെ വീഴുന്ന വേദയെ പേടിച്ച് ചാടി എടുക്കുകയാണ് കേട്ടോ വിക്രം. എന്നിട്ട് വേദേ വേദേ എന്നൊക്കെ വിളിക്കുകയാണ്. എന്നിട്ട് വിളിക്കുന്നുണ്ട്, അമ്മേ ശ്രീജേജി ഓടി വാ, ദേ ഇവള് വീണു എന്ന് പറയാണ്. അപ്പോഴേക്കും ഓടി വരികയാണ് ശ്രീജയും കമലയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ ഇവക്ക് പറ്റിയത്? അപ്പോൾ വിക്രം പറയാം, എന്താണെന്നറിയില്ല, എനിക്ക് ചായയും കൊണ്ട് വന്നതാ, പെട്ടെന്ന് ഇവള് തലകറങ്ങി താഴെ വീണു. അപ്പം കമല പറയാം, അയ്യോ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്തോണ്ടോ ശ്രീജെ എന്ന് പറയാണ്. വെള്ളം കൊണ്ട് മുഖത്തൊക്കെ തളിച്ചിട്ടും ഉണരുന്നില്ല കേട്ടോ വേദ. അപ്പോൾ വിക്രം ആകെ പേടിച്ചു പോവാണ്. മതി മാറ്, ആശുപത്രി കൊണ്ടുപോവാം, പെട്ടെന്നൊരു ഓട്ടോ വിളിക്കും ശ്രീചേച്ചി എന്ന് പറഞ്ഞ് വിക്രം വേദയെ താങ്ങിയെടുത്ത് പേടിച്ച് വരണ്ട് കൊണ്ടുവരിക. അപ്പോഴേക്കും ഓട്ടോ വരികയാണ്. ഓട്ടോയിലേക്ക് കയറ്റി ഇരുത്തുകയാണ്. ബോധമില്ലാതെ ഇങ്ങനെ വിക്രത്തിൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ വേദ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഞാനും കൂടെ വരാം. അതെ വാ, ശ്രീജേച്ചിയും കൂടെ കയറ്, നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് ശ്രീജയും വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, ചെന്ന് കഴിഞ്ഞ് എന്താണെന്നുള്ളത് വിളിച്ചു പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. ഇതേ സമയം നന്ദിനി അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, കണക്കായിപ്പോയി, അവളെ ആ ഉറക്ക ഗുളിക മുഴുവൻ തിന്നതായിരിക്കും, കുഴപ്പമില്ല, തല കറങ്ങി വീഴട്ടെ, ഇനി എന്തെങ്കിലും പ്രശ്നമാവോ, എനിക്കെന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നന്ദിനി. അങ്ങനെ വേദയും കൊണ്ട് ഓട്ടോയിൽ ആശുപത്രിയിൽ പോയിരിക്കുകയാണ് കേട്ടോ വിക്രം. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ താങ്ങിയെടുത്ത് ഓടുകയാണ് കാഷ്വാലിറ്റിയിലേക്ക്. എന്നിട്ട് അവിടെ കിടത്തിയിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടറെ നോക്കിതേ, ഇവള് തലകറങ്ങി വീണതാ, ബോധമില്ല, കുറച്ച് സമയമായി, എന്താ പറ്റിയെന്നറിയില്ല, ഒന്ന് പെട്ടെന്ന് നോക്ക് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാണ്. നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയാണ് വിക്രത്തിനോട്. അപ്പം വിക്രം പറയണം, ഞാനിവിടെ നിന്നോളാം എന്ന് പറയാം. അപ്പോൾ ശ്രീജ പറയാം, ഞാൻ വെളിയിൽ നിൽക്കാം എന്ന് പറഞ്ഞ് ശ്രീജ വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്ത് കുറേ നേരം പരിശോധിക്കുകയും ടെസ്റ്റുകൾ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വിക്രമാണെങ്കിൽ പുറത്തിറങ്ങി അസ്വസ്ഥനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, ഏതായാലും ഹോസ്പിറ്റലിൽ വന്നില്ലേ, എന്തെങ്കിലും BP വേരിയേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കൂടാ, പേടിക്കണ്ട. എന്നാലും ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തതാണെന്ന് അവളുടെ വീട്ടുകാർ പറയില്ലേ, അല്ലേ തന്നെ ആകെ മൊത്തം കുറ്റം പറയാണ്. ഇനിയിപ്പം ഇവള് തലകറങ്ങി വീഴുകയും കൂടെ ചെയ്താൽ അതും എൻ്റെ തലയിലാവില്ലേ എന്ന് പറയുമ്പോൾ ശ്രീജ പറയാണ്, അതാണല്ലേ, അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ വെപ്രാളമൊന്നും, അവരുടെ വീട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ടല്ലേ. അതെ ശ്രീജേച്ചി, അതാ, അല്ലാതെ സ്നേഹം മണ്ണാങ്കട്ട എന്നൊക്കെ പറയാണ് കേട്ടോ. പക്ഷേ വിക്രത്തിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് കേട്ടോ വേദയോട്. അത് കഴിയുമ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തോ കുറച്ചധികം ഉറക്ക ഗുളികകൾ അകത്ത് ചെന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ആ കുട്ടിയോട് ചോദിച്ചപ്പം ആ കുട്ടി ഉറക്ക ഗുളികയൊന്നും കഴിച്ചില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ചായ കുടിച്ചു എന്ന് പറഞ്ഞു. ചായയിലൂടെ ആയിരിക്കും അത് അകത്ത് ചെന്നത്. അതെങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ശ്രീജ പറയാം, ചായ ഞാനാ കൊടുത്തത്, പക്ഷേ ഉറക്ക ഗുളികയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങൾ ചേർത്തെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെയും കുറച്ച് ഉറക്ക ഗുളിക അകത്ത് ചെന്നു, അതിൻ്റെ മയക്കമാണ്. ആ കുട്ടി ഇപ്പം ഉറങ്ങിക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. ആ ഉറക്ക ഗുളിക എങ്ങനെ അകത്ത് ചെന്നെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കുക തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ വീടിനകത്തുനിന്ന് ഇങ്ങനൊരു പ്രശ്നം ഇനിയും ഉണ്ടാകാം. അപ്പോഴേക്കും വിക്രം പറയാണ്, ഉറക്ക ഗുളിക ചെല്ലുമോ, അവൾ രാവിലെ എടുത്ത് ഉറക്ക ഗുളിക തിന്നോ? അപ്പോൾ ശ്രീജ പറയാം, അവളേതായാലും അങ്ങനെ ചെയ്യില്ല, രാവിലെ അവൾ ഉറക്ക ഗുളികയൊന്നും കഴിക്കില്ലല്ലോ, ഇതിപ്പം ചായയിൽ എന്തെങ്കിലും ആരായിരിക്കും അത് ചെയ്തത്? അപ്പോൾ വിക്രം പറയാം, ആരായിരിക്കും അത് ചെയ്തത്? ഇനി നന്ദിനി അടുത്തെങ്ങാനും ആയിരിക്കുമോ എന്ന് പറയുമ്പം ശ്രീജ പറയാം, നന്ദിനി അങ്ങനെയൊന്നും ചെയ്യില്ല വിക്രം, നമുക്ക് ആരെയും അങ്ങനെ വെറുതെ സംശയിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അങ്ങനെ ആരെയും സംശയിക്കാനൊന്നും പറ്റില്ല, പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഞാൻ ചോദിക്കും നന്ദിനി അടുത്തിയാണോ ഇത് ചെയ്തതെന്ന് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഒരാളെ കൊല്ലാൻ നോക്കുന്നതിന് തുല്യമല്ലേ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്നിങ്ങനെ പറയാണ് വിക്രം. അപ്പം ഉടനെ ശ്രീജ പറയുന്നുണ്ട്, വിക്രം നീ ഇവിടെ നിന്ന് ദേഷ്യപ്പെടാതെ, നീ വേദ വീണപ്പം നിനക്ക് ഒരുപാട് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി, നിനക്ക് അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് വിക്രം. അപ്പോൾ വിക്രം പറയാണ്, ഒന്ന് മിണ്ടാതിരിക്കും ശ്രീജ അടുത്തി, ഞാനൊന്ന് കയറി കാണട്ടെ അവളെ എന്ന് പറഞ്ഞ് വേദയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് കേട്ടോ. വേദയുടെ അടുത്ത് ചെന്നിരിക്കുമ്പം വേദയ്ക്ക് ബോധം വീഴാണ്. വേദ വിക്രത്തിൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ എനിക്ക് പറ്റിയെന്ന് അറിയില്ല, ആ ചായ കുടിച്ചപ്പം തൊട്ട് എൻ്റെ ബോധം പോയതാണ്, എനിക്കറിയില്ല, ഞാൻ ഉറക്ക ഗുളികയൊന്നും കഴിച്ചിട്ടില്ല വിക്രം. അപ്പോൾ വിക്രം പറയാണ്, സാരില്ല, ഇപ്പം മാറിയല്ലോ എല്ലാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ്.
എന്നിട്ട് കയ്യിലിങ്ങനെ മുറുക്കി പിടിക്കുകയാണ് വേദ വിക്രത്തിൻ്റെ. പെട്ടെന്ന് തന്നെ വിക്രം കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റി വെടിയിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് എണീക്കുകയാണ്. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുമ്പം വീട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് കാണും എന്നൊക്കെ പറഞ്ഞ് വിക്രം ആകെപ്പാടെ ഒരു ചമ്മലിൽ വെളിയിലോട്ടൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ശ്രീജയാണെ കമലയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന് വേദയെ ഉള്ളിനുള്ളിൽ ഭയങ്കര സ്നേഹമാണ്. പുറത്ത് ഇങ്ങനെ ഗൗരവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും വേദയ്ക്കൊരു വയ്യായിക വരുമ്പോൾ വിക്രത്തിനത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്